ഹരികൃഷ്ണൻ കൂടി ഉണ്ട് കലോത്സവ വേദിയിൽ നിന്ന്. ഹരി പക്ഷേ പ്രധാനപ്പെട്ടൊരു വേദിയിലല്ല, ഹരി കലവറയ്ക്ക് സമീപം ആണുള്ളത്. ഹരി ജോലിക്ക് വന്നാൽ ഓഫീസിലും അധികവും ക്യാൻറ്റീൻ ഭാഗത്തൊക്കെയാണ് കാണാറുള്ളത്. ഹരി, അതിൽ നിന്നൊരു മാറ്റമൊന്നും ഇല്ലേ? കലോത്സവ വേദിയിലും കലവറ കേന്ദ്രീകരിച്ചു തന്നെയാണോ ഹരി പോകുന്നത്? അഭിലാഷ്, കൃത്യമായി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പഴയിടത്തിന്റെ കലവറയിൽ നിൽക്കുകയാണ്. ഇവിടെ 100 പേരോളം നിൽക്കുന്ന 4 ഷിഫ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 100 പേരോളം പ്രവർത്തിക്കുകയാണ്. അത്രയധികം ഗംഭീരമോടെ തന്നെ പഴയിടത്തിന്റെ 25ാമത്തെ തവണ കലോത്സവത്തിലേക്ക് ആണ് പഴയിടത്തിനെ സംബന്ധിച്ചിടത്തോളം. അത് അവരുടെ 25ാമത്തെ കലവറയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോഴേക്കും 100 പേരോളം അടങ്ങുന്ന ഷിഫ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പ്രവർത്തിക്കുന്നതാണ്. നമുക്കറിയാം, ഇവരുടെ തുടക്കത്തിൽ തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 7:45 കൂടി വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തകൃതിയായി തന്നെ പഴയിടത്തിന്റെ കലവറ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, ഇവിടെ മാങ്ങയൊക്കെ അരിഞ്ഞുകൊണ്ട് വളരെ രുചികരമായ രീതിയിൽ എന്തൊക്കെയോ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഒരു തിരക്കിലാണ് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ. ഇവിടെ ഉള്ളി അരിയുന്നുണ്ട്, ഇവിടെ മാങ്ങ എറിയുന്നുണ്ട്. അവിടെ അപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപറ്റം ചേച്ചിമാർ പച്ചമുളകും കരിവേപ്പിലയും ഒക്കെ ആയിട്ട് അവരവരുടെ ജോലികളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃത്യമായി ഇവിടെ ഈ കലവറ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ ആയിരുന്നു പാലുകാച്ചൽ നടന്നത്. ഇന്നലെ പാലുകാച്ചൽ നടക്കുന്നു. 15,000-ഓളം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന കലവറ ഏകദേശം ഇവിടെ തന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു നേരത്തെ 2000 പേരോളം ഇരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവരുടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 2000 പേർക്ക് ഒരു നേരത്ത് ആഹാരം കഴിക്കാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ കലവറയിൽ നമുക്ക് ഓരോന്നും നോക്കുകയാണെങ്കിൽ ഓരോ വിഭവങ്ങളായിട്ട് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരുക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ്. 7:45 കൃത്യം 7:45 ധനമന്ത്രി KN ബാലഗോപാൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുക. അത് അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ പുത്തരിക്കണ്ടം മൈതാനത്ത് ഭക്ഷണ കമ്മിറ്റി ചെയർമാനായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. 7:45 കൃത്യമായി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടും എന്നുള്ളതാണ്. നമുക്ക് ഓരോ കലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും അത്രയധികം വിദ്യാർത്ഥികൾക്ക് അവരുടെ മനസ്സും വയറും നിറയ്ക്കുന്ന രീതിയിലേക്ക് രുചികരമായ ഭക്ഷണത്തോടൊപ്പം തന്നെ മികച്ച ഭക്ഷണം ഒരുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തവണ കലോത്സവ വേദി ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും മത്സരിക്കാൻ എത്തുമ്പോൾ പോലും അവരുടെ എല്ലാവരുടെയും മനസ്സും വയറും നിറയ്ക്കുന്ന രീതിയിൽ, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആ ഒരു രീതിയിലേക്ക് തന്നെ ഇത്തവണത്തെ കലോത്സവ വേദി ഒരുക്കപ്പെടുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഭക്ഷണ കമ്മിറ്റി ചെയർമാനായ ശ്രീ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകാം. സർ, എങ്ങനെയാണ് ഒരുക്കങ്ങൾ? എങ്ങനെയാണ് കാണുന്നില്ലേ? എല്ലാം വളരെ റെഡിയാണ്. ഇനി കുട്ടികൾ ഇങ്ങോട്ട് വന്നാൽ മതി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവരൊരു 8 മണിയോട് കൂടി എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിനായിട്ട്. എല്ലാവരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ കുട്ടികൾ എന്തായിരുന്നാലും പ്രഭാത ഭക്ഷണത്തിൽ വരുന്നത് എല്ലാം തയ്യാറായിരിപ്പുണ്ട്. ഉച്ചയ്ക്കുള്ളത് ഭക്ഷണം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. 4 വാർപ്പ് നിറച്ച് അവിയലുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. 4 വാർപ്പ് അത്രയും വേണ്ടി വരുമെന്നാണ് പറയുന്നത്. വലിയ വാർപ്പാണ്. എല്ലാം റെഡിയാണ്, ഒരു കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾ വന്നാൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വളണ്ടിയർമാരും എല്ലാം റെഡിയാണ്. പഴയടമാണെന്നുണ്ടെങ്കിൽ യെസ്, അതാണ് എന്തായാലും കടകംപള്ളി സൂചിപ്പിച്ചൊരു പേര്. പഴയിടം എന്ന പേര് മലയാളികൾ കലോത്സവത്തിനോടൊപ്പം ചേർത്ത് വെക്കുന്ന, ഈ കലോത്സവത്തിൻ്റെ പ്രശസ്തിക്കും പേരിനുമൊക്കെ ഒപ്പം ചേർത്ത് വെക്കുന്ന പേരുകളിൽ ഒന്നായി പഴയിടത്തിൻ്റെ പേര് മാറിയതും നമുക്ക് അറിയാം. അങ്ങനെ കലവറയിൽ നിന്നുള്ള കാഴ്ചകൾ ആണ്. ഹരി സൂചിപ്പിക്കുന്ന പോലെ 1-2 കുട്ടികളല്ല, 10,000-കണക്കിന് കുട്ടികൾക്കാണ് ഒരു ദിവസം ഭക്ഷണം വിളമ്പേണ്ടി വരുന്നത്. മാത്രമല്ല, ഈ കാലങ്ങളായി കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത, ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഈ മാംസാഹാരം, അതായത് വെജിറ്റേറിയൻ മാത്രം മതിയോ എന്നത് സംബന്ധിച്ചൊരു ചർച്ചയൊക്കെ ഉയർന്നു വന്നപ്പോൾ പോലും അന്ന് പഴയിടം ചെറിയ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞതാണ്. താനിനി കലോത്സവത്തിന് ഇല്ല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അതിന് പകരം മറ്റൊരാളും എത്തുന്നില്ല എന്നത് തന്നെയാണ്. ഇത്തവണയും വെജിറ്റേറിയൻ ഭക്ഷണം തന്നെയാണ് നൽകുന്നത്. കാരണം 3-4 ദിവസത്തെ പ്രോഗ്രാം ആണ്. പല കുട്ടികളും കലോത്സവത്തിനായി ഇന്നലെ എത്തിയവർ ആണ്. അവർ അവസാന ദിവസം ഒക്കെ കപ്പാർക്ക എന്നൊക്കെ ഉറപ്പിച്ച ശേഷമാണ് മടങ്ങുക. അപ്പോൾ ഏറ്റവും കംഫർട്ടായിട്ടുള്ളത് വെജിറ്റേറിയൻ ഭക്ഷണം തന്നെയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ശീലം തുടരുന്നത് എന്നതാണ്. പക്ഷേ കായിക മത്സരങ്ങളിലേക്ക് വരുമ്പോൾ അതല്ല, അവിടെ നോൺ വെജൊക്കെ ഭക്ഷണത്തിൻ്റെ മെനുവിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങനെയുള്ള വിഭവ കാഴ്ചകളും വരും വാർത്തകളിൽ കൂടുതലായി ഉൾപ്പെടുത്താം. ഷംനയും